കണ്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതിന് മുകളിൽ തരാൻ പൃഥ്വിരാജിനും മോഹൻലാലിനും മുരളി ഗോപിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് 1970s ഒരു കാര്യം പറയാനുണ്ട്. 1970s നടന്ന ഒരു സിനിമാ കഥ. അതിൽ PK മേനോൻ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ കുട്ടിയാടത്തി ഇവിടെ മായി ബന്ധപ്പെട്ട് സത്യൻ മാസ്റ്ററെ കാണാൻ പോവുകയും അദ്ദേഹമായി ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യൻ മാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്, അഡ്വാൻസായി കൊണ്ടുവന്ന് എത്ര രൂപയുണ്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കെട്ട് നോട്ട് എടുത്ത് കൊടുത്തു. സത്യൻ മാസ്റ്റർ അത് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഒരു 100 രൂപ എടുത്തിട്ട് ബാക്കി PM മേനോന് തന്നെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഞാൻ തിരിച്ചു തരുന്ന പൈസ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി, പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. ഇതേ കാര്യം തന്നെയാണ് പൃഥ്വിരാജും മോഹൻലാലും ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ഞങ്ങളൊരു പ്രതിഫലം പോലും വാങ്ങിച്ചിട്ടില്ല, 1 രൂപ പ്രതിഫലം പോലും വാങ്ങിച്ചിട്ടില്ല. ആ പൈസ മുഴുവനും ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. അത് ആ സമയത്ത് ഞാൻ വിചാരിച്ചു അത് വെറുതെ പറയുന്നതായിരിക്കും, ഒരു തള്ളു ഫാക്ടറാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് തള്ളല്ല. അതിൻ്റെ ആ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവനും ആ ക്വാളിറ്റി, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള നല്ലൊരു തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ ഇന്ന് തന്നെ കാണണം. നിങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസും ടിക്ടോക്ക് യൂട്യൂബ് ഷോർട്സൊക്കെ ആയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഭാഗങ്ങളൊക്കെ ചില ആൾക്കാർ അവരുടെ ഒരു വൈറലാകാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷോർട്സോ റീൽസോ ഒന്നും നോക്കാതെ ഡയറക്റ്റ് തിയേറ്ററിൽ പോയി ഈ സിനിമ ആസ്വദിക്കുക. അതിൽ എവറി സെക്കൻഡ്സ് വളരെ രസകരമായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടു എൻഡ് ആൻഡ് ആഫ്റ്റർ ദ എൻഡ് ക്രെഡിറ്റ് എല്ലാം രസമായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. മുരളി ഗോപിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അയാളുടെ എഴുത്തിൻ്റെ ഒരു ശക്തി, വായനയുടെ ഒരു ശക്തി, അദ്ദേഹം പണ്ട് മുതലേ വായിച്ച പുസ്തകങ്ങളുടെയൊക്കെ ഒരു ബാക്കപ്പ് ആണ് അദ്ദേഹത്തിന് ഇത്രയും നന്നായിട്ട് തിരക്കഥ എഴുതാനും അതിലെ സംഭാഷണങ്ങൾ ഒരുക്കാനും കഴിഞ്ഞത്. പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ വിജയിപ്പിക്കാൻ ഏതൊരു ഡയറക്ടർക്കും വളരെ എളുപ്പമായിരിക്കും. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ഇൻ ഡയറക്ഷൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയിലായിരിക്കും, അല്ലെങ്കിൽ 3ാമത്തെ സിനിമയിലായിരിക്കും. അദ്ദേഹം അത് എന്തായാലും തെളിയിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ കുറിച്ച് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എവിടെ പോയിട്ടൊന്നുമില്ല. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക.